തിരുവനന്തപുരം പോത്തൻകോട്ടെ ശാന്തിഗിരി ഫെസ്റ്റിൽ തമിഴ്നാട്ടിലെ വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ആഘോഷിച്ചു. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് മത്സരങ്ങളും കലാപ്രകടനങ്ങളും നടത്തി. അജീഷ് ജയകുമാർ വച്ചിരുന്നു. അജീഷ്, ശാന്തിഗിരി ഫെസ്റ്റ് എത്രത്തോളം ഗംഭീരമായി പുരോഗമിക്കുകയാണ്? തമിഴകത്തിൻ്റെ ജനകീയ ഉത്സവമായ പൊങ്കൽ ആഘോഷമാണ് ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്നത്. ശാന്തിഗിരി ആശ്രമത്തിലെ ഹാപ്പിനെസ് പാർക്കിൽ വെച്ചാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സിദ്ധ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ജീവനക്കാരും ചേർന്നാണ് ഈ ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒട്ടനവധി ഈ പൊങ്കൽ വിഭവങ്ങൾ തയ്യാറാക്കുന്ന പരിപാടികളുണ്ട്. അതേപോലെ തന്നെ കലാമത്സരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സിദ്ധ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ ചേരുന്നുണ്ട്. എന്തൊക്കെ പരിപാടികളാണ് ഇന്നിവിടെ ഉള്ളത്? இங்கே சாந்திகிரி இன்ஸ்டிடியூஷன்ஸ் ஆஷ்ரம் காலேஜ் சேர்ந்து தமிழ்நாடோட பாரம்பரியமான தைப்பொங்கல் இங்கே வந்து செலிப்ரேட் பண்ணுறோம். ஸ்டூடெண்ட்ஸ் எல்லாரும் சேர்ந்து காலேஜ் ஸ்டாஃப்ஸ் எல்லாரும் இன்க்ளூட் பண்ணி பண்ணுறோம். இதுக்கு முன்னாடி எங்கள் சீனியர்ஸ் கண்டக்ட் பண்ணாங்க. இப்போது எங்களோட பேட்ச் 19th பேட்ச் தென் ஸ்டூடெண்ட்ஸ் யூனியன் சார்பாக மொத்தமாக சேர்ந்து இதை செலிப்ரேட் பண்ணுறோம். தைப்பொங்கல்ன்றது எதுக்கு செலிப்ரேட் பண்ணுறாங்கன்னா, இது ஹார்வெஸ்டிங் சீசன் பேடியோடது. அப்போது ஃபர்ஸ்ட்டு இதுக்கெல்லாம் காரணமான சூரிய பகவானுக்கு இதை படைக்கணுன்றதுக்காக ஃபர்ஸ்ட் ஹார்வெஸ்ட் பண்ண ரைஸை அவங்களுக்கு வச்சு பொங்கல் செஞ்சு அவங்களுக்கு படைக்கிறதுக்காக பண்ணுறோம். ஒரு தேங்க்ஸ் ஃபார் தெம்ன்றதுக்காக பண்ணுறோம். അങ്ങനെയാണ് ഇവിടെ. ഇത് മാത്രമല്ല, കൂടാതെ കുറേ മത്സരങ്ങളും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പൊങ്കൽ വിഭവങ്ങൾ തയ്യാറാക്കുന്ന മത്സരങ്ങൾ, അത് ഈ വിദ്യാർത്ഥികളുടെ ഓരോ ബാച്ചായിട്ട് മത്സരങ്ങൾ, അതേപോലെ തന്നെ ഉറിയടിയും വടംവലി മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ അഗസ്ത്യ കളരിയിലെ ഗുരുക്കളെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ആഘോഷങ്ങൾ ഒരു സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ തിരിക്കാൻ പാടില്ലല്ലോ. ആഘോഷങ്ങൾ, ഈ ഭാരതത്തിൻ്റെ ആഘോഷം എല്ലായിടത്തും ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊങ്കലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. ഓണം പോലെ തന്നെ തമിഴകത്തിൻ്റെ ഒരു ആഘോഷമാണ് പൊങ്കൽ. ശരിക്കും പറഞ്ഞാൽ സൂര്യദേവന് പൊങ്കലുണ്ടാക്കി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ നമ്മൾ പരമ്പരാഗതമായി തുടർന്ന് വന്ന വലിയൊരു കൃഷിയുടെ ആഘോഷമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ കാർഷിക വൃത്തി തന്നെ ഒരുപക്ഷെ ഇപ്പം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇത്തരം ആഘോഷങ്ങൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. 2 ആഴ്ച പിന്നിടുന്ന ശാന്തിഗിരി ഫെസ്റ്റ് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും നമ്മുടെ ഓണം പോലെ തന്നെ ജനകീയ ഉത്സവമായ പൊങ്കലും ആഘോഷിക്കുകയാണ് ശാന്തിഗിരി ആശ്രമം. ശാന്തിഗിരിയിൽ നിന്നും PS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24.